നമസ്കാരം പ്രിയമുള്ളവരെ, ഏറെ സന്തോഷം നൽകുന്ന പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകളാണ് ഈ വീഡിയോയിൽ ചേർത്തിട്ടുള്ളത്. ഏറ്റവും ആദ്യമായിട്ട് നമ്മളുടെ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ്റെ വിതരണത്തെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. 2000 രൂപയുടെ ക്ഷേമ പെൻഷനാണ് നമുക്ക് വീണ്ടും ലഭിക്കാൻ പോകുന്നത്. പെൻഷൻ തുക 3000 ഉയർത്തുമെന്നൊരു ഗ്യാരണ്ടി സർക്കാർ നൽകിയിട്ടുണ്ടായിരുന്നു. അത് എന്നു മുതൽ നടപ്പിലാകും? ഇതെല്ലാം തന്നെ കൃത്യമായിട്ട് ഒരു പ്ലാനോടെ തന്നെയാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ അവതരിപ്പിക്കുന്നത്. ഇതിലേറ്റവും ആദ്യത്തേത് നമുക്ക് ഇപ്പോൾ ലഭിക്കേണ്ട പെൻഷൻ വിതരണം. അപ്പോൾ മെയ് മാസം അവസാന ആഴ്ചകളിലേക്ക് എത്തുകയാണ്. സാധാരണഗതിയിൽ ലഭിക്കേണ്ടതായിട്ടുള്ള 2000 രൂപ തന്നെയായിരിക്കും ഇപ്പോൾ നമുക്ക് ലഭിക്കുക. ആ വിതരണത്തിൽ തടസ്സമൊന്നും തന്നെയില്ല. ഈ മാസം പെൻഷൻ ലഭിക്കുകയില്ല, നിലവിൽ കുടിശ്ശികയാകും എന്നൊക്കെ തരത്തിലുള്ള ചില വാർത്തകൾ അല്ലെങ്കിൽ അത്തരത്തിൽ ചില പ്രചരണങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം തന്നെ അടിസ്ഥാനരഹിതമാണ്. നമുക്ക് എല്ലാ മാസങ്ങളിലും ഉറപ്പായ പെൻഷൻ അത് അവസാന ആഴ്ചയോടനുബന്ധിച്ച്, അതായത് 25-നും 30-നും ഇടയിലുള്ള തീയതികളിൽ തന്നെ അക്കൗണ്ടിലേക്കും കൈകളിലേക്കും എത്തിച്ചേരും. വിതരണത്തിൽ തടസ്സങ്ങൾ ഒന്നും തന്നെയില്ല. സാധാരണഗതിയിൽ ലഭിക്കുന്നത് പോലെ തന്നെ തുക എത്തിച്ചേരുന്നതാണ്. നിലവിൽ പുതിയ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ പുതിയ പ്രഖ്യാപനങ്ങൾ കൂടി ഉണ്ടായിരുന്നു. അതിൽ 5 ഗ്യാരണ്ടികളിൽ ഒരു പ്രധാനപ്പെട്ട ഒന്നാണ് 3000 രൂപയിലേക്ക് പെൻഷൻ ഉയർത്തുമെന്നുള്ളത്. ഇപ്പോൾ സർക്കാർ ആദ്യഘട്ടത്തിൽ പ്രാധാന്യം നൽകി നടപ്പാക്കുന്നത് KSRTCയുടെ സൗജന്യ യാത്ര പോലുള്ള കാര്യങ്ങളാണ്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് പെൻഷനുമായി ബന്ധപ്പെട്ട് ഒരു അപ്ഡേഷൻ വന്നിട്ടുള്ളത്, ബാക്കി പ്രഖ്യാപനങ്ങൾ 3 പ്രഖ്യാപനങ്ങൾ ശേഷിക്കുന്നത് 6 മാസത്തിനകം നടപ്പിലാക്കുമെന്നാണ്. അതായത് 6 മാസത്തെ ഒരു സാവകാശം ഇതിനുണ്ടാകും ഈ ഒരു പെൻഷൻ 3000 രൂപയിലേക്ക് എത്തുന്നതിന് വേണ്ടി. ഇനി അത് മാത്രമല്ല, 3000 രൂപയാണോ എന്ന കാര്യങ്ങളിലും വ്യക്തത വരുത്തേണ്ടതുണ്ട്. കാരണം പടിപടിയായിട്ട് ഉയർത്തി 3000 രൂപ എത്തിക്കുകയാണോ, അല്ലെങ്കിൽ 3000 രൂപ എന്ന പെൻഷനിലേക്ക് അടിസ്ഥാന പെൻഷൻ തുകയായിട്ട് 3000 എന്ന രീതിയിലാണോ അത് ക്രമീകരിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അതൊക്കെ മന്ത്രിസഭ തീരുമാനമെടുത്ത് ഉദ്യോഗസ്ഥരുമായിട്ട് ആലോചിച്ച് നമ്മുടെ സാമ്പത്തിക ഭദ്രത ഒക്കെ കോട്ടം തട്ടാത്ത രീതിയിലൊക്കെ ആയിരിക്കും ഈ കാര്യങ്ങൾ നടപ്പിലാക്കുക. എന്നാൽ 6 മാസത്തിനകം തന്നെ ഇത് യാഥാർത്ഥ്യമാകുമെന്നൊരു ഉറപ്പ് ഈ സമയത്ത് മുഖ്യമന്ത്രി VD സതീശൻ നൽകിയിട്ടുമുണ്ട്. ഇപ്പോൾ ക്ഷേമ പെൻഷൻ ലഭിക്കുന്ന 63 ലക്ഷം പേർക്കും 25-ാം തീയതിയോടെ പെൻഷൻ വിതരണം ആരംഭിച്ചേക്കുമെന്നാണ് അറിയിപ്പ് വന്നിട്ടുള്ളത്. അത് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കും കൈകളിലേക്കും ആരംഭിക്കും. വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, ഭിന്നശേഷി പെൻഷൻ, അതോടൊപ്പം തന്നെ കർഷക തൊഴിലാളികൾക്കും അവിവാഹിതരായിട്ടുള്ള സ്ത്രീകൾക്ക് ലഭിക്കുന്ന പെൻഷൻ ആനുകൂല്യങ്ങൾ, ക്ഷേമനിധി ബോർഡ് വഴി ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ, ഇതെല്ലാം തന്നെ ഈ സമയത്ത് വിതരണം നടത്തുന്നതായിരിക്കും. പെൻഷനുമായി ബന്ധപ്പെട്ട് മറ്റു കാര്യങ്ങളൊന്നും തന്നെ നമ്മൾ സമർപ്പിക്കേണ്ട ആവശ്യമില്ല. മസ്റ്ററിങ്ങിൻ്റെ സമയമൊന്നും ആയിട്ടില്ല. എന്നാൽ വരുമാന സർട്ടിഫിക്കറ്റ് നാളിതുവരെ ഏൽപ്പിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് ഒരിക്കൽ പോലും കൊടുത്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ മാത്രം വരുമാന സർട്ടിഫിക്കറ്റ് ഏൽപ്പിച്ചേ മതിയാകൂ. ജൂൺ മാസം 30 അതിനുള്ള തീയതി അവസാനിക്കുകയും ചെയ്യും. മുൻപ് ഇത് സമർപ്പിച്ചിട്ടുള്ളവരാണെങ്കിൽ ഇനി അത് സമർപ്പിക്കേണ്ട ആവശ്യമില്ല. പൊതുവായിട്ട് സമർപ്പിക്കുന്നതിന് വേണ്ടി ഒരു അറിയിപ്പും ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ പെൻഷൻ എല്ലാവർക്കും ഒരു തടസ്സവും കൂടാതെ ലഭിക്കും എന്നുള്ള പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഈ സമയത്ത് വരുന്നത്. അപ്പോൾ ആനുകൂല്യ വിതരണം ആരംഭിക്കുന്ന സമയത്ത് തന്നെ കൃത്യമായിട്ട് ഇത് സംബന്ധിച്ച് മറ്റ് അപ്ഡേഷനും നൽകാം. ഈ അറിയിപ്പ് ശ്രദ്ധിക്കുക, എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുക. ഇനി ഇത് മാത്രമല്ല, നമ്മളുടെ വീടുകളിൽ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് വേണ്ടി ഒരു വയോജന ക്ഷേമ വകുപ്പ് പ്രത്യേകമായിട്ട് രാജ്യത്ത് തന്നെ ആദ്യമായിട്ടാണ് അത്തരത്തിലൊരു പ്രത്യേക ഡിപ്പാർട്ട്മെൻറ്റ് ആവിഷ്കരിക്കാൻ പോകുന്നത്. വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രത്യേക പരിചരണം, കൗൺസിലിംഗ്, അതോടൊപ്പം തന്നെ വയോജന ക്ഷേമം, അവർക്ക് ആവശ്യമുള്ള മരുന്നുകൾ, അതോടൊപ്പം തന്നെ ജെറിയാട്രിക് കെയർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ആവിഷ്കരിക്കുമെന്ന് ഇപ്പോൾ സർക്കാർ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ വയോജനങ്ങൾക്ക് വേണ്ടി ആവശ്യമുള്ള സാധനങ്ങളും സേവനങ്ങളും എല്ലാം ഒരു കുടക്കീഴിൽ എത്തിക്കുന്നതിന് വേണ്ടി, അത് കൃത്യസമയത്ത് മുൻഗണന നൽകി നടപ്പാക്കുന്നതിന് വേണ്ടിയാണ് പ്രത്യേക വകുപ്പും ഇതിൻ്റെ ഭാഗമായിട്ട് ആവിഷ്കരിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ കൂടി തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് ഷെയർ ചെയ്തത്. ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ തുടർന്ന് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.